നമസ്കാരം. നല്ല ചൂട് ദോശയും മല്ലിയിലിട്ട സാമ്പാറും ഒരു തേങ്ങാ ചട്നിയുമായാലോ? ഇങ്ങി കേരളത്തിലിരുന്ന് ഇതൊക്കെ ആലോചിക്കാനും തോന്നുമ്പോൾ ഉണ്ടാക്കി കഴിക്കാനും വളരെ വളരെ എളുപ്പമാണ്. പറമ്പിൽ നിന്ന് ഒരു തേങ്ങ ഇട്ടാൽ ചട്നിയോ തേങ്ങയരച്ച കറിയോ എന്ത് വേണമെങ്കിലും ആകാം. പക്ഷെ നാളികേരത്തിന്റെ നാടുകൂടിയായ ലക്ഷദ്വീപിൽ ഈ സ്വപ്നം അത്ര പെട്ടെന്നൊന്നും നടപ്പിലാവില്ല. തേങ്ങ ഇടണമെങ്കിൽ ആദ്യം നിങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോകണം. വിചിത്രമെന്ന് തോന്നുന്നുണ്ടോ? പ്രഫുൽ ഖോഡ പട്ടേലിന്റെ ലക്ഷദ്വീപിൽ കുറച്ച് വർഷങ്ങളായി വിചിത്രമായ ചില ഉത്തരവുകൾ ഇറങ്ങുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഒന്നാണ് ഇതും. റോഡരികിലുള്ള തെങ്ങുകളിൽ നിന്നും തേങ്ങ ഇടണമെങ്കിൽ 24 മണിക്കൂർ മുൻപ് SHOയുടെ അനുമതി തേടണമെന്ന് ഡെപ്യൂട്ടി കളക്ടർ മുകുന്ദ് വല്ലഭ് ജോഷി ഉത്തരവിൽ പറയുന്നു. ആന്ത്രോത്ത് കൽപ്പേനി ദ്വീപുകളെയാണ് നിലവിൽ ഈ ഉത്തരവ് ബാധിക്കുക. SHOയ്ക്ക് പുറമെ ലക്ഷദ്വീപ് പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ അനുമതി കൂടി വേണം. ഗതാഗത തിരക്ക് ഉള്ളപ്പോഴും സ്കൂൾ സമയത്തും ദ്വീപിലേക്ക് കപ്പലുകൾ എത്തുമ്പോഴും പുറപ്പെടുമ്പോഴും തേങ്ങയിടാൻ പാടില്ല. ഉത്തരവ് പിൻവലിക്കണമെന്ന ആവശ്യവുമായി അഭിഭാഷകൻ R അജ്മൽ അഹമ്മദ് ലക്ഷദ്വീപ് ജില്ലാ കളക്ടറെ സമീപിച്ചിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ഒരു മറുപടിയും ഭരണകൂടം നൽകിയിട്ടില്ല. രാഷ്ട്രീയ പാർട്ടികളും ജനങ്ങളും ഒക്കെ വലിയ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ്. തെങ്ങ് കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന നിരവധി കർഷകരുള്ള ഒരു നാട്, തേങ്ങ നിത്യജീവിതത്തിന്റെ പോലും ഭാഗമായ മനുഷ്യരുള്ള നാട്. ഒരു കൂടിയാലോചനകളും ഇല്ലാതെ പുറത്തിറങ്ങുന്ന ഇത്തരം വിചിത്രമായ ഉത്തരവുകൾ എത്രയെത്ര മനുഷ്യരെയാണ്, അവരുടെ ജീവിതങ്ങളെയാണ് പ്രതിസന്ധിയിലാക്കുന്നത്.